ഒരു പിടി റവ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്തു നോക്കൂ. റവ കേസരി ചൂടോട് നമുക്ക് മഴക്കാലത്തൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 ടീസ്പൂണോളം നിറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. അതും ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പോൾ 1/2 ഗ്ലാസ് റവയാണ് ചേർക്കുന്നത്. വറുക്കാത്ത റവ. ഇത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചുവക്കെ ഒന്ന് വറുത്തെടുക്കുക. ഇനി നമ്മൾ കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് തിളച്ച വെള്ളമാണ് ഇതിനകത്ത് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ഇനി നമുക്കൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേണ്ട നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഇതേപോലെ നല്ല സോഫ്റ്റ് ആകും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര, ഞാൻ ഇപ്പം ചേർത്ത് കൊടുത്തേക്കുന്നത് റവ എടുത്ത് എത്ര അളവാണോ അത്രത്തോളം പഞ്ചസാര തന്നെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അത് ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് ഇത്തിരി ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഇളക്കി കൊടുക്കുക. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും അതേപോലെ ചൂടോടെയും 2 രീതിയിൽ നമുക്ക് കഴിക്കാം കേട്ടോ. നമുക്ക് തണുപ്പ് കാലത്തൊക്കെ ആകുമ്പം ചൂടോടെ കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്.